മഴക്കാലമായ വൈകുന്നേരം എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയൂല. അപ്പോൾ നമ്മളിത് അങ്ങനെ ബൈക്ക് എടുത്തിറങ്ങും. എന്തിന്? നമ്മൾ ചുറ്റുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പോരെ ഒരുമിച്ച് പോവാം. എങ്ങനെയുണ്ട് വീട്? ഈ വീടിന് മുൻപ് കണ്ടാൽ, അതായത് മുൻപിൽ കപ്പ കൃഷിയെല്ലാം ഉണ്ട്. അത് ശരി, ഇന്നലെ പൊങ്ങിയില്ലേ? ഇത് ഇന്നലെ പോയ ആളെ കിട്ടിയോ? കുട്ടികൾ മീൻ പിടിക്കുകയാണെങ്കിലും അതിൻ്റെ അടിയിൽ നമ്മൾ പറഞ്ഞില്ലേ, മുങ്ങിയ ആളെ കിട്ടിയോ പോയോ എന്നൊക്കെ ചോദിച്ചത് കേട്ടില്ലേ? അത് വേറൊന്നുമല്ല, ഷൊർണൂരിലെ 9 പേര് ഞങ്ങളെ പുഴൻ്റെ ഉത്ഭവമായ പാത്രക്കടവ് വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ടേക്ക് പോയി. പോകുന്ന സമയം പോകണ്ട എന്ന് പറഞ്ഞു, പക്ഷെ ഒരു കേൾക്കാണ്ട് പോയി. അതിലൊരാൾ പോയി. അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് നമ്മളിപ്പം പോകുന്നത്. അയാളെ ബോഡി പോയിട്ട് ഇപ്പം 2 ദിവസമായി, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുഴ. ഈ പുഴയുടെ ഉത്ഭവസ്ഥലമായ പാത്രക്കടവ് കുരുത്തിച്ചാല് അവിടെ കാണാൻ പോയവരാണ്. അതിൽ ഒരാളാണ് വെള്ളത്തിൽ പെട്ടിട്ടുള്ളത്. ഏകദേശം 3 ദിവസമായി ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല. ഇതാണ് പ്രകൃതി സുന്ദരമായ, അതായത് എന്തു പറയുക, അത്രക്കും ഭംഗിയാണ് ഈ പുഴക്കുള്ളത്. പക്ഷേ നമ്മളൊക്കെ ഈ നാട്ടിലുള്ളവർ പറയും ചതിയൻ പുഴ എന്ന്. അത്രയ്ക്കും ഡേഞ്ചറാണ്. എപ്പോഴാണ് വെള്ളം വരിക എന്ന് പറയാനായി കഴിയില്ല. ചിലപ്പോൾ വേനൽക്കാലത്ത് പോലും നല്ല വെള്ളം വരാം. ആ ചെറുപ്പക്കാരൻ ഈ വെള്ളത്തിൽ പോയത് മുതൽ ഇതുവരെ മഴ തോർന്നിട്ടില്ല. 16 വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ ആ മഴയാണ് ഈ വർഷം കിട്ടിയിട്ടുള്ളത് എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളത്. ഈ പുഴയുടെ പല ഭാഗത്തായിട്ട് ഇതുപോലെ സംഘം ചേർന്ന് പലരും തിരയുന്നുണ്ട്. അപ്പോഴാണ് ഈ മഴയത്ത് 3 വിദ്യാർത്ഥിനികൾ, അതായത് 3 പെൺകുട്ടികൾ ഇത് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാൻ വന്ന ആൾ പറയുകയാണ്, ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്ന് ഈ മഴക്കാലത്ത്, ഉപദേശം കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ പഴയ നൊസ്റ്റു അവിടെ കണ്ടത്. ഒരു ആകാശ് അക്ഷയ് എന്തോ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ലേഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇടി അങ്ങ് പൊട്ടിയപ്പം വീഡിയോ നിർത്തി. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.